ഇനി നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ തലവേദനയും തലയുടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ മാറാനായിട്ടുള്ള ഒരു നേർച്ചയായിട്ടാണ് ഈ ഒരു മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. തലയൊട്ടിയുടെ ഷേപ്പിൽ ഉണ്ടാക്കി കണ്ണും മൂക്കും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ലാതെ വെറുതെ ഉരുട്ടി വെക്കുന്നവരുണ്ട്, വലിയൊരു ഉണ്ടയാക്കി മാത്രം ഉരുട്ടി വെക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നിറച്ചും വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അവിടെ ഇരുന്ന് കുറച്ചൊന്ന് ഉള്ള വെള്ളം ഒന്ന് ഊർന്നു പോട്ടെ. മുഴുവനായിട്ടങ്ങ് ഡ്രൈ ആവണമെന്നില്ല, ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പ് വെച്ചാൽ നന്നായിട്ട് പൊടിയണം. പുട്ടിനൊക്കെ നമ്മൾ പൊടിച്ചെടുക്കില്ല, ആ ഒരു പരുവം. അതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ചെറിയ തരിതരിപ്പുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുക്കാന്ന് വെച്ചാൽ ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പം കുറച്ച് സമയം ഒന്ന് ഇളക്കി ചൂടാക്കുമ്പോഴത്തേക്കും നല്ലൊരു പുട്ടിൻ്റെയൊക്കെ മണം വരും, അതുവരെ മതി. നമ്മളിപ്പോൾ പുട്ടിനൊക്കെ പൊടി ഇങ്ങനെയല്ലേ വറുക്കുന്നത്. അപ്പം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, ഇത് മതി. അപ്പം പുട്ടിൻ്റെ നല്ലൊരു മണവും വരുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 1/4 കപ്പ് ചെറുപയർ എടുക്കാം. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പം പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അതൊരു 4 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത്. റവയുടെ തരിയൊക്കെ ഇല്ലേ, അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. വേണ്ട ഇത്രയും പൊടിഞ്ഞാൽ മതി. ഇനിയും നമ്മൾ പൊടിച്ച നന്നായിട്ട് അങ്ങ് ഫൈൻ പൗഡറായിപ്പം അത് വേണ്ട. തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അത് തൊലി പൊളിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏലക്ക പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം. അതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളെടുത്തത് ശർക്കരയാണ്. ഒരു 1/4 കിലോ ശർക്കരയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വലിയൊരു ഉണ്ട ശർക്കരയായിരുന്നു, ഏതായാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് കുത്തി പൊടിച്ച് എടുത്തതാണ്. നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഇത് നമ്മളിപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കാം. അരി പൊടിച്ച് വറുത്തതും പയറ് പൊടിച്ച് വറുത്തതും ഏലക്കാപ്പൊടിയും എല്ലാം ഒന്ന് എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ, ചിരകിയ തേങ്ങയാണ്. 1 മുറി തേങ്ങയുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പൊക്കെ വരും. അത് ബാക്കിയെല്ലാം ചെയ്യുന്നത് അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യമായിട്ടോ ഇനി കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിച്ചതില്ലേ, അത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിയുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കുഴച്ചെടുക്കാം. ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇപ്പം ശർക്കര പൊടിക്കുന്ന സമയത്ത് കട്ടകളില്ലാതെ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് കൈക്ക് അധികം ആയാസം ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മളിട്ട് പൊടിക്കേണ്ടി വരും. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ അതിനകത്തു നിന്നൊക്കെ വെള്ളം വന്ന് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇതിൽ വേണം നമ്മൾ ആ പൊടിയൊക്കെ കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, പയറുപൊടി ഇട്ട് കൊടുക്കാം, ചുക്കും ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു നനവിൽ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ച് കൂടുതൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴയ്ക്കുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് കുഴഞ്ഞു വന്നോളും. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല നനഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് അത്രയധികം അങ്ങോട്ട് തേങ്ങയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും നനഞ്ഞു വരില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ശകലം വെള്ളം ഒന്ന് തളിച്ചിട്ട് അതും കൂടെ മിക്സാക്കി കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതങ്ങ് ഉരുട്ടിയെടുക്കാം. ഉരുളയാക്കിയിട്ടല്ല, കുറച്ചൊരു ആ തലയൊട്ടിയുടെ ഷേപ്പില്ലേ അതുപോലെ അങ്ങ് ആക്കിയെടുക്കാം. ഇപ്പം അങ്ങനെ ഷേപ്പ് ആക്കണമെന്നില്ലെങ്കിൽ വെറുതെ ഉരുട്ടി വെച്ചിരുന്നാലും മതി. അപ്പം അത് കുറച്ച് ആ ഒരു തലയൊട്ടിയുടെ ഷേപ്പ് നമ്മൾ ഉരുട്ടുമ്പോൾ തന്നെ നമുക്ക് അധികം അങ്ങോട്ട് ഉരുട്ടാതെ എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് 2 കണ്ണ് സ്പൂണിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, ഉരുണ്ടിരിക്കുന്ന ബാക്ക് സൈഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് 2 കണ്ണൊന്ന് തുളയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കൂടെ മാവ് എടുത്തിട്ട് അത് അതിൻ്റെ നടുവിൽ മൂക്കിൻ്റെ ഷേപ്പിലങ്ങ് വെച്ച് കൊടുക്കാം. ആ മൂക്കിൻ്റെ അടിയിൽ നമ്മുടെ വായ ചെറുതായിട്ടൊന്ന് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വര പോലെ വന്നോളും. ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, എല്ലാവരും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല, എല്ലാവരും ഉരുട്ടിയൊക്കെ വെക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ശരിയായ ഒരു രീതി. ഇപ്പോൾ ചെറുതാക്കിയിട്ട് ഉരുട്ടേണ്ട, വലുതാക്കി ഉരുട്ടിയാൽ മതി. അപ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. വലിയ ഉണ്ടകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കണ്ണും മൂക്കും വെച്ചാലും മതി. ഞാൻ പക്ഷേ ഇങ്ങനെ ചെറുതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ടകളെടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ. ഒക്കെ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. ആ സമയത്ത് പായസം വെച്ച് അടുത്ത അടുപ്പ് ഒഴിയുന്ന ആ സമയം കൊണ്ടൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കും. ഇതിൽ പക്ഷേ ചിലർ പഴം ചേർക്കും കേട്ടോ. പക്ഷെ പഴം ചേർക്കുന്ന അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഉരുട്ടിയെടുത്ത് വെക്കട്ടെ.
അപ്പോൾ അതെല്ലാം ഉരുട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 17 എണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പം ഇത്ര എണ്ണം വേണമെന്നില്ല. ചിലരിപ്പം ഒരു തലയ്ക്ക് വേണ്ടി ഒരു ഉണ്ട എന്ന് പറഞ്ഞാൽ വലിയ ഉണ്ടയാക്കിയിട്ടൊക്കെ വെക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പച്ചമ്പിലേക്ക് എല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇപ്പം അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന സാധാരണ ഈ അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ച് തിളയ്ക്കും. അപ്പം ആവി ഇങ്ങനെ വന്ന് തിളച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ ഉരുട്ടി അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ വീട്ടിലായതുകൊണ്ടെല്ലാം ഉരുട്ടി വെച്ച് ഒരുമിച്ചെടുത്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇപ്പോൾ തൊടുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഞെങ്ങുന്ന പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കുഴപ്പമില്ല. തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിക്കോളും. നമുക്കിതിനെ എടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, കുറച്ച് കട്ടിയായിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കട്ടിയൊന്നുമല്ല, നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ സമയത്ത് ചിലർക്ക് ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വെറുതെ ഉണ്ട ഉരുട്ടി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വെറുതെ ഉണ്ട ഉരുട്ടി വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് തന്നെ ഇലയിൽ വെച്ചിട്ടും ഉരുട്ടിയും എടുത്തുണ്ടാക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ഒരാളുടെ മുഖം പോലെയുണ്ട്. ഇത് മുറിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞിങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണ്ടപ്പുറ്റാണ്. ഇതിപ്പം പൊങ്കാലയ്ക്ക് മാത്രമല്ല, അപ്പോൾ വൈകുന്നേരമൊക്കെ ഈ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കല്ലേ. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ അന്നും കഴിക്കാം, പിറ്റേ ദിവസം കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.